ഉണ്ണിയമ്മേ കുമ്പടി വന്നു. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ആരോഗ്യമന്ത്രി ഉരുട്ടിയിട്ടതാണോ എന്ന് ചോദിക്കുന്നുണ്ട് മന്ത്രി വി എൻ വാസവൻ. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരിയേട്ട ഒരു സംവിധാനത്തിന്റെ തകർച്ച കൊണ്ട്, ആരോഗ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലത്തു നിന്ന് ഉരുട്ടിയിട്ടതല്ലോ എന്ന് ചോദിക്കാൻ കഴിയുന്നത് കുറച്ച് കടന്ന പ്രതികരണമല്ലേ? ഇവിടെ മരണം സംഭവിച്ചു, അപകടമുണ്ടായി, പഴയ ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്തിട്ടില്ല. ഈ സാഹചര്യങ്ങളിൽ താഴെ പൂട്ടിട്ടിരുന്നു, ആരും കയറാതിരിക്കാൻ എല്ലാ വാതിലും പൂട്ടിയിരുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. പക്ഷെ മുകളിൽ ബാത്റൂമിൽ ആരും അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി, അതിലൊരു മരണം സംഭവിച്ചു. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കുന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇതിൽ മന്ത്രി രാജിവെക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. എന്നാൽ മന്ത്രി രാജിവെക്കാൻ പോകുന്നൊന്നുമില്ല. മന്ത്രിയുടെ ഒരു വീഴ്ചയോ ഗവൺമെന്റിന്റെ വീഴ്ചയായിട്ട് കാണേണ്ട. UDFന്റെ കാലത്ത് ആകെ 700 കോടി രൂപ കേരളത്തിൽ 5 കൊല്ലം ആരോഗ്യ മേഖലയ്ക്ക് കൊടുത്തപ്പോൾ ഇവിടെ 8000 കോടി രൂപ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതേ ആരോഗ്യ മേഖലയിൽ കൊടുത്തതും അതിന്റെ ഭാഗമായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ മുഴുവൻ കൊലക്കളമാക്കിക്കൊണ്ട് മന്ത്രിയെ തെരുവിൽ തടയുമെന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിയാൽ അതിനെ നേരിടുമെന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയും അതുപോലെ അതിൽ പ്രതികരിച്ചവരും എല്ലാം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ, രക്ഷാപ്രവർത്തന മോഡലാണോ? എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. അതൊന്ന് കാത്തിരുന്ന് കണ്ടാൽ മതി. ഇവിടെ നിപ വന്ന എല്ലാവരും മരിച്ചു എന്ന് പറയുമ്പോഴും തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ നിങ്ങളെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ തയ്യാറല്ലല്ലോ. ഇവനെന്ത് വിവരക്കരാ ചോദിക്കുന്നത്? സത്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കണ്ടെത്തുകയും സത്യം ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുകയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഒന്നാമത്തെ ധർമ്മം. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചോ ഈ നിപയിൽ എല്ലാവരും മരിച്ചു എന്ന് ഒരു പൊതുയോഗത്തിൽ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA പറയുന്നത് ശരിയാണോ, അത് തെറ്റല്ലേ എന്ന് പറയാൻ നിങ്ങൾ ആരും ആർജവം കാണിക്കുന്നില്ലല്ലോ. ദേശാഭിമാനി ഇന്നിപ്പോ എഴുതിയിരിക്കുമ്പോൾ പ്രവർത്തകരും മാധ്യമങ്ങളും ചേർന്നുള്ള നെറികെട്ട രീതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഈ സ്ഥാപനങ്ങൾ, പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കടക്കം അവരുടെയൊക്കെ മാധ്യമ പ്രവർത്തകർ ഉണ്ട് എന്ന് തോന്നുന്നു അല്ലെ? അവരെങ്കിലും ഒക്കെ കുറഞ്ഞ പക്ഷം ചോദിക്കേണ്ടതായിരുന്നു എന്നുള്ള പക്ഷം തന്നെയാണ് എന്റേതും. ഇപ്പോ ആരോഗ്യമന്ത്രിയുടെ രാജി പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമല്ല. അതിനു മുൻപ് ആ രാജി ആവശ്യം വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മലപ്പുറം താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, കാസർഗോഡ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട്, ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഒക്കെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട അപര്യാപ്തത നിരന്തരം അതിനുശേഷം വാർത്തകളായി നൽകിയിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളെയും അജണ്ട എന്ന് തമസ്കരിക്കാൻ കഴിയുമോ? ഉത്തരം പറ. ഞാൻ അങ്ങയുടെ വാട്സപ്പിലേക്ക് 2 പേജ് അയച്ചിട്ടുണ്ട്. അതിലൊന്ന് EFG ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗങ്ങളും എത്രയും വേഗം പുതുതായി പണികഴിപ്പിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റുക. 2 സർജിക്കൽ ബ്ലോക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പൂർത്തിയാകുന്ന ഇടങ്ങളിലേക്ക് അതതു വിഭാഗങ്ങൾ മാറ്റുക. 3 EFG ബ്ലോക്ക് പൊളിച്ചു മാറ്റുന്നതിനുള്ള രേഖകൾ PWD എത്രയും വേഗം തയ്യാറാക്കി നൽകുകയും അതിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യുക. എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പൊ കളക്ടർ അന്വേഷിക്കുകയാണ്. ഈ തീരുമാനമെടുത്ത മന്ത്രിമാരെയാണ് ഇവിടെ കോൺഗ്രസും BJPയും നിരീക്ഷകന്മാരും. അങ്ങ് പറഞ്ഞു വരുന്നത് PWD വകുപ്പിന്റെ പോരായ്മ. മര്യാദ കാണിക്കും. ഉത്തരവ് എടുത്ത മന്ത്രി ഈ ഉത്തരവെടുക്കാൻ ഉടൻ പൊളിച്ചു മാറ്റണമെന്നും ഉടൻ ഷിഫ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി, ആ മന്ത്രിയുടെയാണ് കോലം കെട്ടി പല രൂപത്തിൽ ചിത്രീകരിച്ച് ഈ റോട്ടിലൂടെ മുഴുവൻ ആക്ഷേപിച്ച്. താങ്കൾ ചോദിച്ചല്ലോ ഒരു വനിതയെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന എന്തെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ഉണ്ടല്ലോ. ശ്രീ AKG മരണശയ്യയിൽ കിടക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും എന്തിയെ ഗോപാല പോകാത്തത് എന്ന് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരാ ഇവർ ഇതിലും വലുത് വിളിക്കും, വലുത് ആക്ഷേപിക്കും. കാരണം ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഈ ഒരു മിനിറ്റ്സ് കൃത്യമായി ജനങ്ങൾ അറിയണം. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ മന്ത്രിമാർ ഹംസയായിരുന്നില്ലേ അങ്ങനെ പറഞ്ഞത്? ഒന്ന് മര്യാദ കാണിക്കും മിസ്റ്റർ. ഞാൻ 1 മിനിറ്റ് പറയുമ്പോഴേക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്താ? അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖപ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കണം എന്ന് പറഞ്ഞു. മെയ് മുതൽ ഇങ്ങോട്ട് PWD വകുപ്പ് എന്ത് ചെയ്യുകയായിരുന്നപ്പോ
ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു, അവരെ അധിക്ഷേപിച്ചു എന്ന് പറയുമ്പോ കോലം മാറിപ്പോയി എന്നുള്ളതാണോ? ആരോഗ്യ വകുപ്പിനെ കുറ്റം പറയുമ്പോ PWD ആയിരുന്നു കുറ്റം പറയേണ്ടത് എന്നുള്ളതാണോ അങ്ങ് തന്നെ പറയുന്നത്? അതല്ല ഉദ്ദേശം, മാറി. നിങ്ങൾ കത്തിച്ചോ, നിങ്ങൾ ആരോപണം ഉന്നയിച്ചോ, നിങ്ങൾക്ക് ഈ രണ്ടാം LDF സർക്കാരിന്റെ ഗംഭീരമായിട്ടുള്ള പൂർത്തീകരണം സഹിക്കാത്ത ഒറ്റ അല്ല ആഹ്വാനം ചെയ്യ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അല്ല അത് നിങ്ങൾ ആക്രമിച്ചോ. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങി ചാവുമെന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുടെ നാടല്ലേ ഇത്? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഒരു ദുരന്തമുണ്ടായി, ഒരാൾ മരിച്ചു, അത് അന്വേഷിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തി. ആ കളക്ടറെ ചുമതലപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അത് ആരാ ചെയ്തത്, അതിനെതിരെ പ്രതിഷേധിക്കണ്ടേ, കോലം കത്തിക്കണ്ടേ എന്ന് ചോദിക്കുന്ന താങ്കളുടെ മര്യാദ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അത് താങ്കൾ ആഹ്വാനം ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാനുള്ള ചൂണ്ടയൊന്നും ഇട്ട് കൊടുക്കണ്ട. കോലം ഞാൻ ചോദിച്ചിട്ടില്ല. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കോലം മാറിപ്പോയോ എന്ന് ചോദിച്ചുള്ളത് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ്. ആ വകുപ്പിന്റെ അല്ല ഈ വകുപ്പിന്റെ ആണെന്ന് അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോലം മാറിപ്പോയതാണോ എന്ന്. കത്തിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല അരുൺകുമാർ. ഞാൻ എവിടെയാണ് ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. എന്തായാലും ഇതൊക്കെ ഞങ്ങൾ താങ്ങും. കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് പരിചയമുണ്ട്. ഇത്തരത്തിൽ ഒഴുക്കിനെതിരെ നീന്തി വന്നവരാണ് ഞങ്ങൾ. ഭയങ്കരം തന്നെ. താങ്കൾ ശ്രീ ചാണ്ടി ഉമ്മനെ വെച്ച് ചർച്ച തുടങ്ങി. ഈ ചാണ്ടി ഉമ്മന്റെ അച്ഛൻ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ 2012 ഇത് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞാലോ പറഞ്ഞേ? എന്തിയാ അന്ന് പൊളിക്കാത്ത? കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എന്തിയാ വീണ്ടും പണിയാത്തെ? അത് ചോദിക്കുന്നില്ലല്ലോ. UDFന്റെ കാലത്ത് ഒന്നും വേണ്ട, പൊളിക്കോ വേണ്ട, പണിയോ വേണ്ട, അഴിമതി തന്നെ മതി, നിങ്ങൾക്ക് ഒരു പരാതിയില്ല. ആഞ്ജനേയ സ്വാമി 3 വർഷത്തോട് ചോദിക്കുന്നതിന് മുൻപ് 9 വർഷത്തോട് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങ് ക്ഷമിക്കൂ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു. ഡോക്ടർ ജിൻഡോ ജോൺ, യുദ്ധകാല അടിസ്ഥാനത്തിൽ PWDയുടെ പൊളിച്ചു നീക്കാൻ പറഞ്ഞ സർക്കാരിന്റെ പേര് LDFന്റെ സർക്കാരാണ് കേട്ടോ എന്നുള്ളത് അങ്ങ് കേട്ട് കാണുമല്ലോ അല്ലേ? അന്ന് 9 വർഷം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കെട്ടിടം പൊളിക്കാത്തത് കൊണ്ടാണ് ഇന്ന് അപകടം സംഭവിച്ചത് എന്നാണ് CPMന്റെ വാദമെങ്കിൽ ഈ 9 വർഷക്കാലം ഇവരെന്തുകൊണ്ട് അത് പൊളിച്ചു മാറ്റിയില്ല? നീ അറിഞ്ഞാ? ഒരു മാസം മുമ്പ് മന്ത്രിമാരുടെ അവലോകന യോഗത്തിൽ ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൊളിച്ചു മാറ്റാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റില്ല എന്ന് അരുൺകുമാർ നമ്മളോട് ചോദിക്കുകയാണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ യുദ്ധമില്ലാത്ത സമയത്ത് ഇവരെന്തായിരിക്കും ചെയ്യുക എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ PWD വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്, ആരോഗ്യ വകുപ്പിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ജനങ്ങൾ തീരുമാനിക്കട്ടെ. അരുൺകുമാറെ തിരക്ക് പിടിക്കില്ലേ? അരുൺകുമാർ കുറെ കാര്യം പറഞ്ഞില്ലേ. AKGയെ കാലൻ വന്ന് വിളിച്ചിട്ടും എന്തേ പോകാത്ത AKG എന്ന് ചോദിച്ചത് ആരാ? TK ഹംസയാ. ഇതേ TK ഹംസ നിങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് VS അച്യുതാനന്ദന് വല്ലാതെ കോലിട്ടിളക്കലാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. കോൺഗ്രസിന്റെ തലയിൽ വെച്ച് നോക്കണ്ട. ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് CPMകാർ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഗാന്ധി ഇന്ത്യ എന്താക്കി, മാന്തി പുണ്ണാക്കി എന്നാ പറഞ്ഞേ. എവിടെ പോണു? വെള്ളം കുടിക്കും. മഹാത്മാഗാന്ധി ആക്ഷേപിച്ചവർ എന്നെ ആക്ഷേപത്തിന്റെ ക്ലാസ് എടുക്കാൻ വരല്ലേ? ഞാൻ ചിലപ്പോ ഒരു സാധാരണക്കാരൻ ക്ഷമിക്കണം. ഒറ്റ മിനിറ്റ്, എനിക്കൊരു 1/2 മിനിറ്റ് തരുമോ? അതിലുള്ളത് പറയാനുണ്ട്. ഈ അങ്ങ് എനിക്ക് അയച്ചു തന്ന രേഖയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒന്നുള്ള വാക്കില്ല, എന്റെ സംഭാവനയാണെന്ന് അങ്ങ് പറഞ്ഞെങ്കിൽ അങ്ങ് അതൊന്ന് ഒന്നുകൂടി വായിക്കണം. നീ അറിഞ്ഞ? ഞാൻ പിന്നെ 3ാമത്തെ പാരഗ്രാഫിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തണമെന്ന് ബഹുമന്ത്രിമാർ PWD എന്നിവർ നിർദ്ദേശം നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ സംഭാവന അല്ല കേട്ടോ, സർക്കാരിന്റെ സംഭാവനയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞോളൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? എന്റെ പൊന്നെ, അങ്ങ് അയച്ചു തന്ന രേഖയാണിത്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അങ്ങ് അയച്ചു തന്ന രേഖയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കവടി നിർത്തി പറയുന്നതല്ല. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആ വാർഡ്, ആ കെട്ടിടം, 3 നില കെട്ടിടം ഇടിഞ്ഞു വീണിട്ടില്ല എന്ന് അരുൺകുമാർ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അവർ പറയുന്നത് ശരിയാണെന്ന് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ സംസ്ഥാന ദ്രോഹികളും കേരളത്തിലെ ആരോഗ്യ വകുപ്പിനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് മാറും. വല്ലാത്ത തലവേദന.
ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾ ചർച്ച സംഘടിപ്പിക്കുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, പ്രതിപക്ഷം അതിൽ പ്രക്ഷോഭം നടത്തുക, അതുപോലെ ഇപ്പൊ പറഞ്ഞോണം തന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ ആക്രമിക്കുക. കാരണം അപ്പൊ ഇത്തരത്തിലുണ്ടാകുന്ന ആക്സിഡന്റിനെ പൊലിപ്പിച്ച് കാണിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഴിതടയിലും സമരമൊക്കെ ആയിട്ട് വരുമ്പോ നിങ്ങൾ മുത്തങ്ങയിൽ നേരിട്ടതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് വന്ന പ്രതിഷേധങ്ങളെ നേരിട്ടതുപോലെയല്ല. ഇപ്പോ നിങ്ങളും ഇത്തരത്തിൽ നുണപ്രചരണം വന്നാൽ ഞങ്ങളും ഞങ്ങളുടേതായിട്ട് രീതിയിൽ അതിനെ ചെറുക്കും. അതാണ് ഇന്ന് മന്ത്രിയും നേതാക്കന്മാരും ഒക്കെ പറഞ്ഞത്. വ്യാജ വാർത്തയും നുണപ്രചരണമൊക്കെ നടത്തുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ഐ മീൻ ലോക പരാജയം. ആ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ജനം തന്നെ നിങ്ങളെ കൈകാര്യം ചെയ്യും. ആ അവസ്ഥയിലേക്ക് പോകാം. ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഏതായാലും കേരളത്തിൽ നിങ്ങൾക്ക് പക്ഷെ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം മന്ത്രിമാരടക്കമുള്ളവർ പറയേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അത് അങ്ങ് മറുപടി പറഞ്ഞില്ല. എന്ത് ചെയ്യാം? ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് അവിടെ തുടരുക. ഇന്നിനി നീ മിണ്ടരുത്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് അവിടെ തുടരുക. ആജീവനാന്ത പ്രതിപക്ഷമോ ആജീവനാന്ത ഭരണപക്ഷമോ ഇല്ലാതെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ് എന്നത് എങ്കിലും ജനാധിപത്യത്തിൽ വിശ്വസിക്കൂ ശ്രീ അരുൺകുമാർ. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്കും എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോണം.